താഴ്മയെ പറ്റിയാണ് നമ്മൾ കേട്ടത്. അത് അതിന് നല്ല ഉദാഹരണവും നമുക്ക് തന്നു. അതിനുള്ള ഉദാഹരണമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ താഴ്മ വേറെ ആർക്കും കാണാൻ ഇല്ല. അപ്പോ ഈ യേശുക്രിസ്തുവിൽ നിന്നാണ് നമ്മൾ താഴ്മ പഠിക്കേണ്ടത്. അവൻ എന്താ ചെയ്തേ? യേശുക്രിസ്തുവിൽ നമ്മൾ താഴ്മ പഠിക്കുകയാണെങ്കിൽ അവൻ എന്താ ചെയ്തേ? അവൻ ദൈവമായിരുന്നു, ദൈവത്തോട് സമത്വമുള്ളവനായിരുന്നു, ദൈവമായിരുന്നു, ദൈവത്തോട് സമത്വമുള്ളവനായിരുന്നു. അവൻ എന്ത് ചെയ്തു? അവൻ മനുഷ്യനാകാൻ തീരുമാനിച്ചു. മനുഷ്യനായി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. എന്നാൽ മനുഷ്യർക്കുള്ള സ്വാതന്ത്ര്യം മുഴുവൻ അവൻ ഉപയോഗിച്ചോ? അവന് അത് ഉപയോഗിച്ചില്ല. അവന് അവിടെ എന്താ ചെയ്തേ? അവൻ തന്നെത്താൻ വീണ്ടും താഴ്ത്തി. ഇവിടെ വരെ ക്രൂശിലെ മരണത്തോളം. ക്രൂശിലെ മരണം എന്ന് പറയുന്നത് ഒരു ക്രിമിനലിന് കൊടുക്കുന്ന ഏറ്റവും ഹീനമായ മരണം. ആ മരണത്തോളം തന്നെ അവനെ താഴ്ത്തുവാൻ അവൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള യേശു, ആ യേശുവിനെയാണ് നമുക്ക് ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത്. കർത്താവ് പറയുന്നു, എന്നോട് പഠിപ്പിൻ. ഈ താഴ്മ നിങ്ങൾ എന്നോട് പഠിക്കണം. അതുകൊണ്ട് നമുക്ക് താഴ്മ പഠിക്കാനായിട്ട് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ചെല്ലാം. അവൻ തന്നെത്താൻ തിരിച്ചു. അതായത് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തോട് സമത്വമുള്ളവൻ ഈ ലോകത്തിലെ ഒരു സാധാരണ മനുഷ്യനായി അത് തീരത്തക്കവണ്ണം അവനെ തന്നെ താഴ്ത്തി. അവൻ തന്നെ താഴ്ത്തി ഈ ലോകത്തിൽ വന്ന് ജീവിച്ചു. അവൻ അങ്ങനെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് അവന് ദൈവകൃപ ലഭിച്ചു. നമ്മളോട് അവന് പറയാനായിട്ട് ആ മെസ്സേജ് ഉണ്ടായിരുന്നു. അവൻ ജീവിച്ച ജീവിതമാണ് നമുക്ക് തന്ന മെസ്സേജ്. അങ്ങനെ യേശുവിൽ നിന്ന് താഴ്മ എന്താണെന്ന് പഠിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകുക. അവിടെ മാത്രമേ നമുക്ക് ആശ്വാസം ലഭിക്കാൻ പോകുന്നുള്ളൂ, സ്വസ്ഥത ലഭിക്കാൻ പോകുന്നുള്ളൂ. ഈ ലോകത്തിൽ നമുക്ക് സ്വസ്ഥത ലഭിക്കണം. ലഭിക്കണമെങ്കിൽ ഈ കർത്താവിന്റെ താഴ്മ ധരിച്ചാൽ മാത്രമേ നമുക്ക് ആ സ്വസ്ഥത ലഭിക്കാനായിട്ട് പോകുന്നുള്ളൂ. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാ പറഞ്ഞേ? നിങ്ങള് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. നമ്മൾ വലിയ ആളായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഈ താഴ്മയെ ധരിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയായി തീരുക. ഒരു ശിശുവിന് താഴ്മ ധരിക്കാൻ പറ്റുന്നത് പോലെ പ്രായമുള്ള ഒരാൾക്ക് താഴ്മ ധരിക്കാനായിട്ട് എളുപ്പമല്ല. അതുകൊണ്ട് നമ്മൾ ഒരു ശിശുവിനെ പോലെ ആയിത്തീരണം. ഒരു ശിശുവിനെ പോലെയായി നമ്മൾ താഴ്മ ധരിച്ചവരായി ഈ ലോകത്ത് ജീവിക്കണം. അപ്പോഴേ നമുക്ക് യേശുക്രിസ്തുവിനെ പോലെ ഈ ലോകത്ത് ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കേണ്ടവരാണ്. അതാണ് ലോകം ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് താഴ്മ ധരിക്കാൻ പറ്റാത്തത് കൊണ്ട് യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ പറ്റുന്നില്ല. യേശുക്രിസ്തുവിനെ ഈ ലോകത്തിന് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ആ വിവരം നമ്മൾ മനസ്സിലാക്കിയിട്ട്
നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കാനായിട്ട് നമ്മൾ താഴ്ന്നിട്ട് ഈ ലോകത്തിന് നമ്മളെ ഒരു ഉദാഹരണമാക്കി തീർക്കുക. അങ്ങനെ നമ്മൾ ഈ ലോകത്തിലെ താഴ്മ ധരിച്ചാൽ പറയുന്നത് താഴ്മയുള്ളവനെ അവനെ ഉയർത്തും, അവനെ കർത്താവ് ഉയർത്തും. അതുകൊണ്ട് നമ്മളുടെ ജീവിതം ഈ താഴ്മ ധരിച്ച് നമ്മൾ ജീവിച്ച് പോകണം. അപ്പോൾ മാത്രമേ കർത്താവ് നമ്മളെ ഉയർത്തത്തുള്ളൂ. കർത്താവ് ഉയർത്തുന്നവനാണ് ഉയർത്തപ്പെടുന്നവർ. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും. എന്നാൽ കർത്താവ് ഉയർത്തുന്നവൻ അവൻ ഉയർത്തപ്പെടും. നമുക്ക് കർത്താവിൽ നിന്ന് ആ ഉയർച്ച ലഭിക്കാനായിട്ട് ഇടയാകണം. അങ്ങനെ ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുക, ഉത്സാഹിക്കുക. ആ ശ്രേഷ്ഠമായ ജീവിതം നമുക്ക് നടത്തണം. അപ്പോൾ മാത്രമേ നമ്മൾ ഇടപെടുന്ന ആൾക്കാർക്ക് യേശുവിനെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ യേശുവിനെ കാണിക്കുന്നവരായി ഈ ലോകത്തിൽ ജീവിക്കണം. യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നവരായി ഈ ലോകത്തിൽ ജീവിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നോ ആ കാര്യം നമ്മൾ ചെയ്യണം. അങ്ങനെ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാനായിട്ട് ഉത്സാഹിക്കാം. അത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അതേ കർത്താവേ, ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിലേക്ക് ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ താഴ്ത്തി യേശുവിനെ ഉയർത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് നമ്മളെ സമർപ്പിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ദൈവവാസ്തവത്തിൽ നമ്മുടെ നീഡ് അനുസരിച്ചാണ്, നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് ദൈവം നമ്മളെ രക്ഷിക്കേണ്ടതിന് സഭയിലൂടെ സംസാരിക്കുന്നത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വളരെ ആവശ്യമായിരുന്ന ഒരു വാണിംഗ് ആണ് ദൈവം ഇന്ന് സഭയിലൂടെ ഷെയർ ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ കേട്ട പോലെ ദൈവകൃപ ഇല്ലെങ്കിൽ നമുക്ക് പാപത്തിന്മേൽ ജയകരമായ ഒരു ജീവിതം സാധ്യമല്ല. പാപത്തിന് അധികാരമില്ലാത്ത ഒരു ജീവിതം ചെയ്യാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നുപോയ ഈ അടുത്ത ചില സമയങ്ങളിലൂടെ കടന്നുപോയ എൻ്റെ വ്യക്തിപരമായ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വചനം എന്നെ സംബന്ധിച്ച് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞ് സമ്മതിക്കുന്ന ദൈവമുണ്ടാകെ. അത് അവിടെ ഞാൻ മനസ്സാന്തരപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതുപോലെ ഈ വിഷയങ്ങൾ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ടും എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന നഷ്ടപ്പെടുത്തുന്ന സമാധാനവും സ്വസ്ഥതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിലെ താഴ്മയില്ലാത്ത മനോഭാവത്തെ ഞാൻ കണ്ടെത്തുന്നു. ഞാനിങ്ങനെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈ ഒരു വലിയ ഒരു പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് ദൈവം എന്നോട് ഈ ഒരു കാര്യം ജേക്കബ് ഇപ്പം പറഞ്ഞു നിർത്തിയ പോലെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശിശുവിനെ പോലെ താഴ്മയുള്ളവൻ എന്നൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയാറ് നമ്മൾ ഈ ജഹാനി 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള സമയത്ത് എന്ത് കാര്യം വന്നാലും അപ്രതീക്ഷിതമായ ഒരു സാഹചര്യം വരുമ്പോൾ കുഞ്ഞുങ്ങൾ ആദ്യം പ്രതികരിക്കുന്നത് പപ്പ അല്ലെ മമ്മി എന്ന് പറഞ്ഞാണ്. കാര്യം അവർക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവരെപ്പോഴും അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ബിക്കോസ് അവർക്ക് മറ്റൊന്നും അറിയത്തില്ല. എല്ലാം പപ്പയാണ് അല്ലെ എല്ലാം മമ്മിയാണ് എന്ന് പറയുന്ന പോലെ ഞാൻ എൻ്റെ അനേകം വീഴ്ചകളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ദൈവാശ്രയം അപ്പാടെ മാറ്റിവെച്ച് ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുക, അല്ലെങ്കിൽ ഒരു സ്ലിപ്പറി ആയിട്ടുള്ള സാഹചര്യത്തോടെ കടന്നു പോകുമ്പം
വീഴാൻ സാധ്യതയുള്ളവരുടെ കടന്നു പോകുമ്പം കർത്താവ് ഞാൻ ഇങ്ങനെ സാഹചര്യത്തിലാണെന്ന് ദൈവം മുമ്പാകെ സമ്മതിക്കാതെ പടയ്ക്ക് പുറപ്പെട്ട് ചാടി വീണ ഒരു മനുഷ്യനെ പോലെയാണ് ഞാൻ പല ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും അതിനെ പല പടുകുഴിയിലും കൊണ്ടെത്തിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുകയും ദൈവം ഇന്ന് രാവിലെ കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നത്. ഇന്നിപ്പം ജോഹാനിപ്പോൾ 7 വയസ്സ് കഴിഞ്ഞു. ഇന്നിപ്പം പല കാര്യങ്ങളും അവൻ സ്വയമായിട്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെയാണ് പലപ്പോഴും ഇന്നത്തെ എൻ്റെ അവസ്ഥ ഞാൻ ഓർക്കുകയാണ്. പലപ്പോഴും ഈ ഒരു നമ്മൾ കേട്ടിട്ടുള്ള പോലൊരു പൂർണ്ണമാനമായ ദൈവാശ്രയ ബോധം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കർത്താവ് ഞാൻ തന്നെ ഈ കാര്യങ്ങളിൽ ഇടപെട്ടാൽ, എൻ്റെ സ്വയം ആശ്രയത്തിൽ ഞാൻ ഈ കാര്യത്തിൽ ഇടപെട്ടാൽ ഞാൻ നിശ്ചയമായും പരാജയം അടയുന്നുള്ള ഒരു വലിയ ഉറപ്പാണ്, ആ ഒരു സ്വയബോധമാണ് അവനെ പിതാവിൽ ആശ്രയിക്കാനായിട്ട് അന്ന് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ നിലയിലുള്ളൊരു ദൈവാശ്രയബോധം പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ പറ്റി ഞാൻ ഓർത്ത് മനസ്സാന്തരപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവം ഇന്നും ഈ നിലയിൽ ഒരു മടങ്ങി വരാനായിട്ട് ദൈവം തരുന്ന ഈ ഒരു സമയത്തിനായിട്ട് ദൈവം നന്ദി പറയുന്നു. പ്രകാരം ദൈവത്തിൻ്റെ ആഹ്വാനത്തെ സ്വീകരിച്ച് മനസ്സാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സഹായം. കർത്താവിന് പിന്നെ കേൾപ്പിച്ചതായ വചനങ്ങൾ എല്ലാം താഴ്മയുടെ കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ദൈവിക രഹസ്യം മനസ്സിലാക്കുന്നതിന് താഴ്മ വേണമെന്ന് ആണ് ഇന്നിവിടെ താഴ്മയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ഞാൻ വായിച്ച ഒരു വാക്യമാണ് പ്രോവർബ് 22:14. കാരണം ഞാൻ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 22 അപ്പം ഞാൻ എല്ലാ ദിവസവും പ്രോവർബ് ഓരോ ദിവസത്തിനും 30 ദിവസം ഉണ്ടല്ലോ, ഒരു മാസം ചിലപ്പം 31 വരും. അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു മാസത്തെ ഞാൻ അങ്ങനെ പല പ്രാവശ്യം ഞാൻ വായിക്കാറുണ്ട്. ഈ വാക്യം ഞാനിത് വായിച്ചങ്ങ് പോയി. പക്ഷേ ഇന്ന് സൗരം പറഞ്ഞുകൊണ്ടാണ് എനിക്കത് ഓർമ്മ വന്നത്. 22 ആണല്ലോ, ഇന്നത് 22. ആ വാക്യം ഞാൻ 4-ാമത്തെ വാക്യമാണ്. ഹ്യൂമിലിറ്റി പറ്റി നമ്മുടെ ചർച്ചിൽ ഞാൻ ഒത്തിരി നാളുകൊണ്ട് കേൾക്കുന്നതാണ്. ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നത് 84 ഞാൻ ബോണഗൈനാകുന്നത്. ആഫ്റ്റർ 1 or 1.5 year ഞാൻ ഈ മതസാത്മകമായിട്ടുള്ളതായ കൂട്ടായ്മയിൽ വന്നു. പലപ്പോഴും ഈ താഴ്മയെപ്പറ്റി ഞാൻ കേൾക്കാറുണ്ട്. താഴ്മയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈഡ് അല്ലേ? നമ്മൾ ഇറ്റ്സ് എ പ്രൈഡ് എൻ ഏഞ്ചൽ ബിക്കെയിം എ ഡെവിൾ. ഇവിടെ ഇരിക്കുന്ന എവിടെയാണൊരു പിന്നെ ഡെവിളിൻ്റെ പിശാചിൻ്റെ പൊസിഷൻ, ഏഞ്ചലിൻ്റെ ദൈവദൂതൻ്റെ പൊസിഷൻ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് താഴ്മയുള്ളവർക്കാണ് കൃപ കൊടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി താഴ്മയുടെ കുറവുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ചിലപ്പം ഇവിടെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് ചില സംഗതികളൊക്കെ പറഞ്ഞു. ഭാര്യയെ താഴ്മയില്ലാത്ത രീതിയിലുള്ള ഒരു ഒക്കെ പറയാമെന്നുള്ള ഒരു സെൻറ്റൻസ് ഞാൻ കേട്ടു. പക്ഷെ അത് നമ്മുടെ അധികാരവും നമ്മുടെ ആ അധികാരത്തോടുകൂടി നമുക്ക് അവരോടുള്ള ഒരു കൺസേണും ഉണ്ട്. ഞാനൊരു വാക്യം പ്രോവർബ് അതുപോലെ തന്നെ ഞാൻ ഒരു സംഗതി ഈ ദാനിയേൽ ചാപ്റ്റർ 4 4th ചാപ്റ്റർ നെബൂഖദ്നേസറിൻ്റെ കാര്യം ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 4-ാം അധ്യായം 29-ാമത്തെ വാക്യം. അത് ഈ ദാനിയേൽ നെബൂഖദ്നേസറിന് ഒരു സ്വപ്നം കണ്ടു, സ്വപ്നം വിവരിച്ചു കൊടുത്തു. ആ സ്വപ്നത്തിൻ്റെതായ ആർക്കും വിവരിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ദാനിയേലിനെ വിളിച്ചു വരുത്തി അവസാനം അത് വിവരിച്ചു കൊടുത്തു.
അത് 27-ാമത്തെ വിരിച്ചു കൊടുത്തതിന് ശേഷം 27-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, Daniel chapter 4:27, Therefore, O king, may my advice be pleasing to you, breaking away now from your sins by doing righteousness, and from your iniquity by showing mercy to the poor, in case there may be a prolonging of your prosperity. All this happened to Nebuchadnezzar king. 12 months later, he was walking on the roof of the royal palace of Babylon. The king reflected and said, Is it not Babylon the great, which I myself built as a royal residence by the might of my power and for the glory of my majesty? ഇത് തൻ്റെ ദൈവത്തിന് പിന്നെ ഒരു യാതൊരു സ്ഥാനവും കൊടുക്കാത്ത രീതിയിലുള്ളതായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇവിടെ പറയുന്നത്. എനിക്ക് വളരെ അതേസമയത്ത് ദാവീദാണെന്നുണ്ടെങ്കിൽ ദാവീദിൻ്റെ ഇത് ഞാൻ ഒന്ന് ദിനവൃത്താൻ്റെ 29-ാം അധ്യായത്തിൽ ഇതേപ്പറ്റി പറയുന്നുണ്ട്, എവറിത്തിങ് കംസ് ഫ്രം യു ആൻഡ് വി ഗേവ് ഇറ്റ്. എത്ര നല്ല ഇതാണ് കർത്താവ് ഈ താഴ്മയിൽ. എപ്പോഴും നമ്മളൊരു പാട്ടുപാടിയല്ലോ, താഴ്മയിൽ ഞാൻ വസിക്കട്ടെ, അത് ഞാൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴും ഈ താഴ്മയിൽ വസിക്കട്ടെ, കർത്താവിനെ സഹായിക്കും. ദൈവങ്ങൾ ലഭിച്ചാണെന്ന് പറയുന്നത് കേട്ടത് നമ്മൾ താഴ്മയെക്കുറിച്ചാണ്. നമ്മൾ എല്ലാം ഓരോരുത്തരും താഴ്മതയുള്ളതായിരിക്കണം. എങ്ങനെ താഴ്മതയുള്ളതെന്ന് വെച്ചാൽ ഒരു ആൾക്ക് ദൈവഭയം ഉണ്ടെങ്കിൽ അവർക്ക് താഴ്മ ഉള്ളെന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിലാണെങ്കിലും എനിക്ക് കുറച്ചൊക്കെ ഈ താഴ്മയില്ല. ഞാൻ എവിടെ പോയാൽ എന്നോട് ഈ പറയുന്ന കാര്യം എനിക്ക് ആദ്യം ഇഷ്ടപ്പെടത്തില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അത് കേൾക്കും. അവിടെ ഞാൻ എൻ്റെ ജീവിതത്തിലും താഴ്മ ഉള്ളവനായിരിക്കാൻ ആഗ്രഹിക്കുന്നു.